വലിയ പവറൊന്നും ഇല്ലാത്ത ഒരു വണ്ടി വേണമെങ്കിൽ ഇതെടുക്കാം അല്ലേ? ബുലീറോ എന്നുള്ളൊരു പേരും ആവും. മറ്റേ താറിന് സിമിലർ ഒരു ഡയലൊക്കെയാ വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ അതുപോലെ തന്നെ താറിന്റെ തന്നെ. വണ്ടി ഇങ്ങോട്ട് പവർ കുറവുണ്ടെന്ന് തോന്നി. പവർ ഇപ്പൊ അവരിപ്പോ മറ്റേ നമ്മുടെ പുതിയ വണ്ടി മറ്റേ XUV മറ്റേ പ്രസന്റ് വണ്ടിയില്ലേ, 3X 300 അതും സെയിം എന്ന് വെച്ചാൽ അതിന് സഡൻ പുള്ളിങ് ഇല്ല. പക്ഷെ നമ്മളിപ്പം ഓടുമ്പം കിട്ടില്ല. ഓട്ടത്തിൽ കയറി MC-ലൊക്കെ ആണെങ്കിൽ ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര പവറാണ്. പക്ഷെ ഒരു സഡൻ പുള്ളിങ് ഇല്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ അമ്പുണ്ടല്ലോ, ഒരു ചെറിയ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് റോഡിലെ തന്നെ ഒരു അമ്പാതെ പോലും ഫസ്റ്റിൽ തന്നെ ഇറങ്ങണം വണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വണ്ടിയുടെ പ്രശ്നങ്ങളല്ലോ. അപ്പം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ടോർക്ക് എന്തോ കുറച്ചിട്ട് ഇതിലെന്തോ സംഭവം ചെയ്താണെന്നാണ് അവർ പറയുന്നത്. ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് 10 മൈലേജ് ഡീസൽ അല്ലേ? ഇത് ഡീസൽ, അത് പെട്രോളാണ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടതാ. ഓടി എത്തിക്കഴിയുമ്പോ പിന്നെ വലിക്കുന്നത്. നല്ല കഷ്ടപ്പാടുണ്ട് കേറി എത്താനായിട്ട് വണ്ടി. ഇത് പിന്നെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാല് ഭയങ്കര നമ്മുടെ മഹീന്ദ്ര സൈലോടെയൊക്കെ സെയിം ഒരു ഷെയ്ക്കായും വണ്ടി ഭയങ്കരമായിട്ട് ഒലച്ചില്ല, ഭയങ്കര ഒലച്ചില്ല. അത് നമുക്കൊരു സംഭവം, അത് ഒരു യാത്രാസുഖം അങ്ങോട്ട് കംഫർട്ടബിൾ ആവും. ഈ സൈലോ നല്ല വണ്ടിയാണ്, മഹീന്ദ്രയുടെ സൈലോ തന്നെ. അതും സെയിം ഇത് തന്നെ. ലോങ് ഒക്കെ പോയിട്ട് വരുമ്പം ഇച്ചിരി പവറില്ലായ്മ പിന്നെ ഈ ഒലച്ചിലൊക്കെ വരുമ്പോ നമുക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ട് വരും. കാരണം വെച്ചാൽ ആ ഒരു ഒലച്ചില് വരുമ്പോ തന്നെ വണ്ടി ഭയങ്കര ഒലച്ചില്ല. നിയോ അല്ലേ? നിയോ N10 വേരിയന്റ്. നമുക്ക് ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തെ വേരിയന്റ്. ഇതിന്റെ തൊട്ട് മേലത്തെ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അത് N12. അത് ഇത് തന്നെ ഈ നിയോ തന്നെ 10 വേരിയന്റ് 17 വേരിയന്റ് ഉണ്ടെന്നാണ്. അത് നമ്മളവിടെ ചെന്നപ്പോ നമ്മുടെ 700 ഉണ്ടല്ലോ, അത് 49 വേരിയന്റ് ഉണ്ട്. അത് പറഞ്ഞതാ. അത് അപ്പൊ സംഭവം എന്താ, ചിലപ്പം സൈഡ് മിററിന്റെ ഇതായിരിക്കും, അങ്ങനെ അനുസരിച്ച് ഇവർ ഓരോ വേരിയന്റ് ആക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഫുൾ ഓപ്ഷൻ ഇതിന്റെ തന്നെ 11 വേരിയന്റ് അങ്ങോട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴത്തെ ഇതാ. എല്ലാം ബാക്കി എല്ലാ സംഭവം ഉണ്ട്. ഫുൾ ഓപ്ഷന്റെ ഏകദേശം എല്ലാം ഉണ്ട്. സൈഡ് മിറർ മാത്രം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, അതേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് മൈലേജ് ഏതാണ്ട് 14 കാണിക്കുന്നുണ്ട്. ഇതില് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കാണും. പക്ഷെ ഭയങ്കരമായിട്ട് പമ്പുന്നു കേട്ടാ. നമ്മള് പിന്നെ കാല് കൊടുക്കണമെന്നുള്ളൊരവസ്ഥ. അതെ, ഇപ്പൊ നമ്മളെ ഈ പുതിയ വണ്ടികളല്ല, ഈ മഹീന്ദ്രയുടെ ഞാൻ പറഞ്ഞ പ്രസിഡന്റ് വണ്ടി തന്നെ, അതും സെയിം ആണ്. അത് പിന്നെ നമുക്ക് പെട്രോൾ വണ്ടിയാണെന്നുള്ളൊരു ഇത് പറയാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാലും അതിന് വണ്ടി ഫസ്റ്റിലെ നല്ല വലിച്ചു, പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മളൊരു ചെറിയ അമ്പ വന്നാൽ പോലും ഫസ്റ്റിൽ തന്നെ നമ്മൾ വണ്ടി എടുക്കണം. അത് പറയുന്ന വെച്ചാല് ഏത് ഇതിൽ ഡിജിറ്റ് കാണിക്കുന്ന ഗിയർ അന്നേരം ഡൗൺ ചെയ്ത് കൊടുത്തു. മാരുതിയൊക്കെ ആകുമ്പോ നമുക്കിപ്പം ഒരു 3rd ഗിയർ ആണെങ്കിലും നോർമലി ചെറിയ അമ്പ ചാടി ഇറക്കും. അത് അങ്ങനെ ഇറക്കാൻ പറ്റില്ല വണ്ടി. അന്നേരം ഇതിന് ഇനി എക്കോ മോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, എന്നാലും ഇനിയും വലിയ കുറയും. ഇപ്പൊ തന്നെ തേർഡിലൊന്നും അത് പിടിക്കുന്നില്ല.
AC ഓഫ് ആക്കിയ കുറച്ചുകൂടെ വലിക്കായിരിക്കും. വലിവ് ഫിക്സഡ് അല്ലേ? ഇങ്ങനെ നിൽക്കുവോ? പിന്നെ ഫസ്റ്റിലൊക്കെ വലിച്ച് കേറി വരും വണ്ടി. എനിക്കിപ്പോ ഫസ്റ്റ് അവിടെ നിന്ന് എടുത്തപ്പോഴേ ഞാൻ ആലോചിച്ചത് എന്താ നീങ്ങാത്ത, ഇനി ഹാൻഡ് ബ്രേക്ക് വല്ല കിടക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്. നമുക്ക് ഓടിക്കുമ്പം ഒരു സുഖം വണ്ടിക്ക് തോന്നത്തില്ലേ? ഇല്ല, കാണുന്ന പോലെ അല്ല. നമുക്ക് എന്തോ ഒരു ബൊലീറോ ഓടിക്കുന്ന ഒരു സുഖം. മറ്റേ പേലർ നല്ല, അത് ഒലച്ചിലുണ്ട്, പക്ഷെ പവർ ഉണ്ട്. ആ ഒരു സുഖം ഈ വണ്ടിയിലില്ല. ഈ വണ്ടിയില്ല. നമുക്ക് ഓടിക്കുമ്പോ തന്നെ നമുക്കൊരു വല്ലാത്ത ഇത് തോന്നും. ഓ, 80,000 സൗണ്ട് കേട്ടോ. ഇത് നേരെ പട്ടാഴിച്ചല്ലോ. ഇത് നേരെ പട്ടാഴി. ഇവിടെ അടച്ചേക്കോ? അങ്ങോട്ട് റോഡ് പോത്തില്ല? ഇല്ല. പോകുന്നേരം പോയിട്ട് തിരിച്ചോ? അതെ, റോഡ് പണിയാ അവിടെ. കലിങ്ങിന്റെ പണി നടക്കും. ഓ, ഇങ്ങോട്ട് പട്ടാഴി ഇങ്ങനെ നമുക്കല്ലേ ഇവിടം വരെ ഉള്ളൂ. ഓ, ശരി. അങ്ങോട്ടാണ് മാറി. പക്ഷെ സെക്കൻഡിലെ പോലും എടുക്കുന്നില്ല. ഇങ്ങോട്ട് തിരിയാ. അങ്ങനെ ഭയങ്കര എൻജിൻ സൗണ്ട് ഒന്നും തോന്നുന്നില്ല. സാറിന് ഡീസലിന് ഒരു സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഇതിന് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വേറൊരു ശബ്ദം വരും. വണ്ടിക്കൊരു ചെറിയൊരു ശബ്ദം വരും. മറ്റേ വണ്ടിക്ക് ഇതേപോലെ ഒരു പ്രശ്നം വന്നായിരുന്നു. അപ്പൊ അത് ചെറിയൊരു കംപ്ലൈന്റ് ആണെന്ന് നമ്മൾ കൊണ്ടു ചെന്നപ്പം അത് വണ്ടിയുടെ മെയിൻ പാർട്സ്. ഓ, അതിന്റെ ഫ്ലൈ വീൽ ഡാമേജ്. ഈ വണ്ടിയുടെ മറ്റേത്. ഓ, ശരി. ഇത് പിന്നെ നമുക്ക് പിന്നെന്ന് വെച്ചാൽ ബാക്ക് സീറ്റിലൊക്കെ ഒന്ന് കയറിയില്ല. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടല്ലേ? അതുകൊണ്ട് അവിടെ ഓഫ് ചെയ്യാൻ പറ്റും. ഓ, ശരി. ഇതാണല്ലേ എഞ്ചിൻ. ടെർബോയൊക്കെ ഉണ്ട്. ബാക്കിങ് 2 സീറ്റൊക്കെ ഉണ്ടല്ലോ. അത് പക്ഷെ അത്ര കംഫോർട്ടബിൾ ഒന്നുമല്ല. ഭയങ്കര ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഭവം ഡിക്കിക്കകത്തിരിക്കുന്നില്ല. സ്പേസില്ല, രണ്ടുപേരും ഇരിക്കുവാന്നേല് കാല് വെക്കും. പിന്നെ വേറെ ഇതെന്ന് വെച്ചാല് ഇത് ഹൈറ്റ് ഇല്ല. കാല് പൊന്തിയിരിക്കല്ലേ? കാല് പൊങ്ങിയിരിക്കും. ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളായിരിക്കുന്നെങ്കിൽ ഭയങ്കര ഒരാളിരുന്നപ്പോ മുട്ട് ഇവിടത്തല്ലേ. അപ്പൊ ഒരാളോട് ഇരിക്കുവാണെങ്കിൽ തലേ തട്ട് സ്പേസ് ഇല്ല.
അപ്പം ഇതിപ്പം ഓക്കെ, കവറൊക്കെ ഇതാണ്ടല്ലേ. പുതിയത് വാങ്ങിച്ചതാ. ഇടയ്ക്ക് വെച്ച് സെൻസർ അടിച്ചില്ലായിരുന്നു. സെൻസർ അടിക്കാതെ വണ്ടി ഒന്ന് റിവേഴ്സ് വെച്ചപ്പം പോസ്റ്റ് ഉണ്ടായിരുന്നു. പോസ്റ്റ് ഇടിച്ച് ബാക്ക് തട്ടി ആ ഡോറ് മാറിയതാ. ഇൻഷുർ ചെയ്ത് നമ്മൾ പുതിയ ഡോറ് വെച്ചതാ. നമ്മള് ബൊലീറോയുടെ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റി കളഞ്ഞത്. ബൊലീറോ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഇതാണ്. ഈ വണ്ടി അങ്ങോട്ട് ഓടിച്ചിട്ട് ആ ബൊലീറോയുടെ ഒരു വിലയെ പോയി. ഓടിക്കുമ്പോ ഇത് ഇവരുടെ വേറെ മോഡൽ ഉണ്ടായിരുന്നല്ലോ, TUV എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നല്ലോ, മഹീന്ദ്ര TUV എന്ന് പറഞ്ഞു. സെയിം അത് തന്നെ വണ്ടി, സെയിം അത് തന്നെ വണ്ടി, പേര് മാറ്റി ഇറക്കിയ. അതായത് ഇടയ്ക്ക് വെച്ചാ വണ്ടി ഉണ്ട് TUV 500. അത് ആ ഒരു ഇപ്പൊ ആ വണ്ടി ഇല്ല. സെയിം അതേ രീതിയിൽ തന്നെ ഈ ബോഡിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നാക്കി. മറ്റേ 3X അല്ല 300 അങ്ങനെ ഉണ്ട്. 300 വണ്ടി, അതാ ഞാൻ പറഞ്ഞ വണ്ടി. ആ വണ്ടിയുടെ കുഴപ്പമെന്ന് വെച്ചാല് അത് നമുക്ക് ഭയങ്കര യാത്ര സുഖം. ലോങ് ഒക്കെ നമ്മൾ പോയിട്ട് വന്നാലും നല്ല എന്താ നമുക്കൊരു ടയേർഡ് ആവത്തില്ല. പിന്നെ ആ വണ്ടിയുടെ ഞാൻ കണ്ടത് എനിക്ക് ഏറ്റവും കുഴപ്പമായിട്ട് തോന്നി, ഇവർ അന്ന് നമ്മൾ ഷോറൂമിൽ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു നോർമൽ ഒരു നോർമൽ ഈ സ്ട്രേറ്റ് റോഡിലുള്ള ഒരു ഹമ്പ, ആ ഹമ്പ് പോലും നമ്മള് സെക്കൻഡ് ഇറക്കാൻ പറ്റും, ഫസ്റ്റിൽ തന്നെ ഇറക്കണം. അപ്പൊ അത് എന്തോന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ അങ്ങനെ ഞാൻ ഷോറൂമിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു അത് പുതിയ ടൈപ്പ് എഞ്ചിൻ മഹീന്ദ്ര ആക്കുന്നതോ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ ടർബോ കുറച്ചുകൊണ്ടങ്ങാണ്ട് അല്ല ഇത് ടോർക്ക് കുറച്ചുകൊണ്ട് ഇതാക്കിയതാണ്. പക്ഷെ എന്നിട്ട് മൈലേജ് 10 ഉള്ളതിന് അത് എനിക്ക് 1.2 ടർബോ അങ്ങനെ അല്ലാതെ ആ വണ്ടി അല്ലാതെ എന്ന് വെച്ചാൽ പിന്നെ ഒരു സഡൻ പുള്ളിങ് ഇല്ല വണ്ടി. പക്ഷെ വലിവുണ്ട്, നല്ല വലിവുണ്ട്, വലിച്ച് വണ്ടി കയറി. പിന്നെ നമ്മള് പിന്നെ ഇതാ സോഫ്റ്റ് ക്ലച്ച് ആ സംഭവം. സോഫ്റ്റ് ക്ലച്ച് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു റേസ് ചെയ്ത് തന്നെ ഇപ്പം ഒരു ചെറിയ കയറ്റത്ത് വെച്ച് വണ്ടി എടുത്താൽ തന്നെ ഒന്ന് റേസ് ചെയ്തെടുത്താല് വണ്ടി കയറി പോത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്ര ആ ഒരു പവർ കയറി വരണം. വണ്ടി കുഴപ്പമില്ല, കൂളിംഗ് ഒക്കെ നല്ല വണ്ടിയുടെ അല്ല എങ്കിലും അതിനകത്ത് തന്നെ ഞാൻ ഇതിൽ നോക്കിയിട്ട് കാണുന്നത് അതില് മാക്സൈസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. പക്ഷെ ഇതിലത് AC എക്കോ. ഈ സംഭവം ഞാൻ അവരോട് ചോദിച്ചപ്പോ അവർക്ക് തന്നെ ഈ സംഭവം അറിയത്തില്ല. ഷോറൂം എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? മാക്സിമം പവറിൽ AC എഫിഷ്യന്റ് ആയിട്ട് അല്ല മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നുള്ള. അവരോട് ചോദിച്ചപ്പം അവർക്കറിയില്ല. സംഭവം ഇങ്ങനെ ഗട്ടറൊക്കെ ഇങ്ങനെ ചടിച്ചടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അത് വിഷയമൊന്നുമില്ല. ഇങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പവർ ഡ്രോപ്പ് മാത്രമേ ഉള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. മറ്റേ സാധാ ഒക്കെ ഒരു ടെർബോ കിക്കായിട്ട് ഒരു വലിയ ഉണ്ടല്ലോ, ഇതിന് അതൊന്നും ഇല്ല. അല്ലാതെ പിന്നെ വണ്ടിക്ക് ഒലച്ചിലാണ് മെയിൻ, ഭയങ്കര ഒലച്ചിലാണ്. ഈ ഒരു ഒലച്ചില് നമ്മളിപ്പോ MC റോഡിൽ ഓടിച്ചാൽ കിട്ടും. അതിലെ ഈ ബോഡി ഇങ്ങനത്തെ ബോഡി ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും. മറ്റേ ബൊലീറോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ശകലൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡി വരും. അത്യാവശ്യത്തിന് എവിടെങ്കിലും പോകണമെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കേണ്ടി വരും അല്ലേ? സെക്കൻഡിലൊക്കെ പിടിക്കാൻ ഒരു പാട്. വലിയ പവറൊന്നും ഇല്ലാത്ത ഒരു വണ്ടി വേണമെങ്കിൽ ഇതെടുക്കാം അല്ലേ? ബൊലീറോ എന്നുള്ളൊരു പേരും ആവും.
ഞാൻ ഈ 7 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അല്ല 7 അത് പാടാ. ബാക്കിൽ ഇപ്പൊ തന്നെ കണ്ടല്ലോ അങ്ങനെയുള്ളതാ. ബാക്കില് ഒരാള് കഷ്ടിച്ചിരിക്കും, ഒരാൾക്കിരിക്കാം. പിന്നെ ഒരാളോട് ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ.